നമുക്ക് പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെ ആദ്യം കടക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ SIT അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. SP ശശിധരൻ നേരിട്ട് ഹാജരായി റിപ്പോർട്ട് നൽകും. കടകംപള്ളി സുരേന്ദ്രന്റെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തതിന്റെ വിവരങ്ങളും കൈമാറും. 2 ആഴ്ച കൂടിയാണ് അന്വേഷണം പൂർത്തിയാക്കാനുള്ള സമയപരിധി. കോടതി പരാമർശങ്ങൾ നീക്കാൻ KP ശങ്കർദാസ് നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ആജ്ഞ രവീന്ദ്രനും ഡാൻ കുര്യനും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. SITയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ് ഇന്ന്. ഈ സമയപരിധിക്കുള്ളിൽ ഈ കഴിഞ്ഞ തവണ റിപ്പോർട്ട് ഹാജരാക്കിയതിന് ശേഷം ആണ് കടകംപള്ളിയെയും ഒപ്പം PS പ്രശാന്തിനെയും ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കിയത്. ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആജ്ഞ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ അന്വേഷണം സംബന്ധിച്ചിടത്തോളം. കാരണം കോടതിയുടെ ചോദ്യം ഉന്നതരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം കൂടുതൽ ഉന്നതരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അന്നത്തെ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്തു. ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റിനെ ഇപ്പോൾ സ്ഥാനമൊഴി ദേവസ്വം പ്രസിഡന്റിനെ ചോദ്യം ചെയ്ത പശ്ചാത്തലമുണ്ടായി. ഇവരിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും കോടതിയെ ധരിപ്പിക്കേണ്ടതുണ്ട്. അത് ചില പരാമർശങ്ങൾ ഉണ്ടായേക്കാം, ചില നിർദ്ദേശങ്ങൾ ഉണ്ടായേക്കാം. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് വൻ തോക്കുകളിലേക്ക് അന്വേഷണം പോകാത്തത് എന്ന് തന്നെയാണ് കോടതി പ്രധാനമായും ചോദിച്ചത്. ഡിസംബർ 3 ഈ പത്മകുമാറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പരിഗണിച്ച ശേഷം ഡിസംബർ 3 കോടതി ഈ വലിയ വിമർശനം ഉന്നയിച്ചത്. അതിനുശേഷമുള്ള മെല്ലെപ്പോക്ക് നയത്തെ കോടതി നിശിതമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തുകൊണ്ടാണ് വലിയ ആളുകളിലേക്ക് അല്ല ഉന്നതരിലേക്ക് അന്വേഷണം പോകാത്തത് എന്നുള്ള കാര്യമാണ് പ്രധാനമായും ചോദിച്ചിരുന്നത്. അതേസമയം ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയവരും അതുപോലെ ചോദ്യം ചെയ്ത് കസ്റ്റഡിയിലെടുത്തവരുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളായിരിക്കും ഇന്ന് അന്വേഷണ പുരോഗതി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് SP ശശിധരൻ കോടതിയെ ബോധ്യപ്പെടുത്തുക. 4ാം തവണയാണ് ഇത് ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കുന്നത്. ജനുവരി 17 വരെയാണ് കോടതി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് അനുവദിച്ചിരിക്കുന്ന സമയം. ഒരു പക്ഷേ 1 മാസം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നീട്ടി നൽകാനുള്ള നിർദ്ദേശം അന്വേഷണ സംഘം കോടതിക്ക് മുൻപാകെ അപേക്ഷ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിട്ടുള്ള ആൾ, അറസ്റ്റിലായവർ, അതായത് ഗോവർദ്ധൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ അറസ്റ്റിന് ശേഷമുള്ള വിവരങ്ങൾ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗോവർദ്ധൻ, അതുപോലെ സ്മാർട്ട് ക്രിയേഷൻസ് CEO, മുൻ ദേവസ്വം അംഗം വിജയകുമാർ തുടങ്ങിയവരുടെ അറസ്റ്റിന് ശേഷമുള്ള വിവരങ്ങളായിരിക്കും ഇന്ന് അന്വേഷണ പുരോഗതി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കോടതിയിൽ ഹാജരാക്കുക. അതേസമയം ഈ സ്വർണ്ണ പാളിയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലവും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം എന്ത് തുടർ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിലും വ്യക്തതയുണ്ടാകും. അതുമാത്രമല്ല, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചതുപോലെ പുരാവസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള കള്ളക്കടത്ത് സംഘം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും എന്ത് നടപടി സ്വീകരിച്ചു, എന്ത് തരത്തിലുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യത്തിലും കോടതിയിൽ ഇന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അന്വേഷണ സംഘത്തിനുള്ള കാലാവധി ഈ മാസം 17 വരെയാണ് നൽകിയിരിക്കുന്നത്. അതിനുശേഷമുള്ള അന്വേഷണത്തിന് വേണ്ടി ഒരുപക്ഷെ 1 മാസത്തേക്ക് കൂടി അന്വേഷണ സമയം നീട്ടി നൽകണം എന്നുള്ള ആവശ്യം കോടതിയിൽ നിന്ന് ഉന്നയിച്ചേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രഞ്ജിത്ത്, ഏതായാലും വളരെ പ്രധാനപ്പെട്ട നീക്കം ഒരുപക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം. നമുക്ക് ഡാൻ കുര്യൻ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഡാന്, ഇതിൽ ശങ്കർദാസുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില പരാമർശങ്ങൾ അത് നീക്കണമെന്നുള്ള ആവശ്യമാണ്. ശങ്കർദാസിനെയൊക്കെ ചോദ്യം ചെയ്ത പശ്ചാത്തലമൊക്കെ ഉണ്ട്. KP ശങ്കർദാസിന്റെ ഹർജി ഇന്ന് കോടതിയുടെ പരിഗണനയിൽ വരികയാണ്. കൂടുതൽ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് ഒരുപക്ഷെ കടന്നേക്കാം. കാരണം അന്നത്തെ ദേവസ്വം മന്ത്രി അടക്കം ചോദ്യം ചെയ്ത പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വെക്കണം. CPM സ്വാഭാവികമായി ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും. ഈ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത് അന്വേഷണ സംഘത്തിന്റെ നീക്കത്തിൽ നിന്ന്? ഒരു ഉന്നതലങ്ങളിലേക്ക് അന്വേഷണം എത്തുക എന്നുള്ള കോടതിയുടെ പരാമർശം, നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് കൂടുതൽ കുഴക്കുക ഒരുപക്ഷെ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരിക്കാം. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം ആയിരുന്നതിനാൽ ആദ്യഘട്ടങ്ങളിലൊക്കെ സർക്കാരാണ് അന്വേഷണ സംഘത്തിനെ നിയോഗിച്ചതെങ്കിലും അതിനപ്പുറത്തേക്ക് അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലും നിരീക്ഷണത്തിലുമായിരുന്ന പശ്ചാത്തലത്തിലായതിനാൽ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു പിന്തുണ, ധാർമ്മികമായ പിന്തുണ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം അത്തരത്തിലുള്ള പിന്തുണ നൽകി. മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞു, മുഖം നോക്കാതെ നടപടിയെടുക്കും അവർ. അതിൽ ഒരു സംശയവും വേണ്ട. ഒരു പരാതിയും പരിഭവവും അവർക്കെതിരെ ഇതുവരെ ഉയർന്നിട്ടില്ല എന്ന്. പക്ഷേ
അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തേക്കും, അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്തേക്കും എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പ്രതിപക്ഷം ഇതിൽ വലിയ തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തിന് മേൽ വലിയ സമ്മർദ്ദം നടക്കുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം അവരുടെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് രാഷ്ട്രീയമായി അവരെ ഉപയോഗിക്കുകയാണെന്ന് സംശയമുണ്ട് തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ച് UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത്. അതുകൊണ്ട് തന്നെ കോടതി ഈ ഇടക്കാല റിപ്പോർട്ട് ഇന്ന് പരിഗണിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടത്താനിടയുള്ള പരാമർശങ്ങളായിരിക്കും ഈ കേസിന്റെ ഭാവി സംബന്ധിച്ച് ഏറ്റവും നിർണായകമായി മാറുക. അതായത് അന്വേഷണത്തിന്റെ സമയപരിധി നീട്ടി നൽകണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കോടതി പരിഗണിച്ചാൽ സ്വാഭാവികമായി ഇതുവരെ നടക്കുന്ന അന്വേഷണം തൃപ്തികരമാണ് എന്ന് കോടതി വിലയിരുത്തിയെന്ന വിലയിരുത്തലുണ്ടാകും. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘം ഇതിനോടകം സ്വീകരിച്ച നടപടികൾ, ചോദ്യം ചെയ്യലുടെ വിവരങ്ങൾ, അവരിൽ നിന്ന് ശേഖരിച്ച മൊഴികൾ, അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ, അത് ഏത് തരത്തിൽ ഈ പ്രോസിക്യൂഷനെ സഹായിക്കുന്നതാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി വിശദമായി തന്നെ പരിശോധിക്കും. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉദ്യോഗസ്ഥർക്ക് അപ്പുറത്തേക്ക് രാഷ്ട്രീയ ഉന്നതരിലേക്ക് എന്തുകൊണ്ട് ഈ കേസ് എത്തുന്നില്ല, അന്വേഷണം എത്തുന്നില്ല എന്ന ഹൈക്കോടതിയുടെ മുൻ വിമർശനത്തിന് ഇന്ന് നൽകുന്ന റിപ്പോർട്ടിലൂടെ പരിഹാരമാകും എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. അങ്ങനെ ആയില്ല എങ്കിൽ അത് വലിയ സമ്മർദ്ദത്തിലേക്ക് അവരെ നീക്കുന്ന ഒരു കാര്യമായി മാറും. കാരണം മുൻ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവരെ ആഴ്ചകൾക്ക് മുമ്പാണ് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ വിവരങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തത്, അതിനപ്പുറത്തേക്ക് മറ്റു നടപടികളൊന്നുമില്ല എന്ന് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഇന്നത്തെ ഇടക്കാല റിപ്പോർട്ട് നിർണായകമാണ്. ആ റിപ്പോർട്ടിൽ കടകംപള്ളി സുരേന്ദ്രൻ, PS പ്രസാദ് ഉൾപ്പെടെയുള്ളവരെ സംബന്ധിച്ച് നടത്തിയിരിക്കുന്ന പരാമർശങ്ങളായിരിക്കും അതിലേറ്റവും ശ്രദ്ധേയമായി മാറുക. നമുക്കറിയാം, അതീവ രഹസ്യമായി നടക്കുന്ന ഒരു അന്വേഷണം, അതീവ രഹസ്യമായിട്ടാണ് കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുക. അത് സീൽ ചെയ്ത കവറിലാണ് സമർപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കോടതിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ മാത്രമാകും അത് ആർക്ക് അനുകൂലമായി പ്രതികൂലമായി എന്നൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന കാര്യം, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അന്വേഷണ സംഘത്തിന് കൈമാറിയ മൊഴിയുടെ പശ്ചാത്തലത്തിൽ ഒരു വ്യവസായിയുടെ മൊഴിയെടുത്തിരുന്നു. ആ വ്യവസായി നൽകിയ വിവരങ്ങൾ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഇന്ന് കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിലൂടെ വ്യക്തത വരും. അങ്ങനെയെങ്കിൽ അത് പുരാവസ്തു തട്ടിപ്പ് സംഘത്തിലേക്ക് തന്നെ അന്വേഷണം നീളുമോ എന്ന കാര്യത്തിലടക്കം ഇന്ന് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ കോടതി നടത്തുന്ന പരാമർശങ്ങളിലൂടെ വ്യക്തത വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആജ്ഞ രവീന്ദ്രനും ഡാൻ കുര്യനുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ എത്തുന്നുണ്ട്. അവിടെ SP ശശിധരൻ നേരിട്ട് ഹാജരായിരിക്കും ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുക. തുടർന്ന് ഹൈക്കോടതി എന്ത് നിരീക്ഷണം നടത്തുന്നുണ്ട് എന്നുള്ളത് ഏറെ നിർണായകമായ ഒന്നായി മാറുകയും ചെയ്യും.